നീ ഒരാളോടും ദേഷ്യം വെക്കുന്നവനാകരുത്. എന്നിട്ട് മഹാനായ ഖദിർ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയാണ്, അടിവരയിട്ട് കേൾക്കേണ്ട വദം, വലാ തുഅയ്യിംറഅൻ ബിഖതിയതിഹി, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ തെറ്റുപറ്റിയതിൻ്റെ പേരിൽ നിങ്ങൾ അവരെ പരിഹസിക്കരുത് കേട്ടോ. വലാ തുഅയ്യിംറഅൻ ബിഖതിയതിഹി, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പിഴവ് സംഭവിച്ചു, അങ്ങനെ പറ്റിപ്പോയാലും ആ പറ്റിയ തെറ്റിൻ്റെ പേരിൽ മറ്റു മനുഷ്യരുടെ മുമ്പിൽ വെച്ചുകൊണ്ട് അവരുടെ മാന്യതയെ നിങ്ങൾ കളങ്കപ്പെടുത്തരുത് കേട്ടോ. ഇസ്ലാമിൻ്റെ ലേബലിൽ നടക്കുന്ന മുസ്ലിങ്ങളോടാ ഞാൻ പറയുന്നത്. നിങ്ങൾ ഏത് രാഷ്ട്രീയക്കാരായാലും ഏത് പാർട്ടിക്കാരായാലും ഏത് വിഭാഗക്കാരായാലും ഒരു മനുഷ്യനെക്കുറിച്ചൊരു ആരോപണം കേൾക്കുമ്പോൾ ആ ആരോപണത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോസോ വീഡിയോസോ ആരെങ്കിലും അപ്ലോഡ് ചെയ്യുമ്പോഴേക്ക് അതേ മോശമായ കമൻറ്റുകൾ വെച്ച് ആ കമൻറ്റുകൾ നിറച്ചുകൊണ്ട് അയാളെ മോശപ്പെടുത്തരുത് കേട്ടോ. വലാ തുഅയ്യിംറഅൻ ബിഖതിയതി, അദ്ദേഹം ഒരു പാർട്ടിക്കാരനാണ് ഉസ്താദേ, അയാളൊരു കോൺഗ്രസിൻ്റെ നേതാവാണ് ഉസ്താദേ, അയാൾ ഏതെങ്കിലും മുസ്ലിം ലീഗിന്റെ നേതാവാണ് ഉസ്താദേ, അതല്ലെങ്കിൽ അയാള് സുബ്ഹാനല്ലാഹ് അയാള് സഖാവാണ് ഉസ്താദേ, അയാള് BJP-കാരനാണ് ഉസ്താദേ. എങ്ങനെയായാലും ഏത് BJP-കാരനായാലും ഏത് മുസ്ലിം ലീഗുകാരനായാലും കോൺഗ്രസ്സുകാരനായാലും അവരെല്ലാം മനസ്സുള്ള മനുഷ്യരാണല്ലോ. മനുഷ്യന്റെ മനസ്സ് വേദനിപ്പിക്കാൻ പാടില്ലെന്ന് ലോകത്തിന്റെ തിരുദൂതർ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് നിങ്ങൾ എഴുതി വെക്കുന്ന കമന്റുകളെ കുറിച്ച് റബ്ബിന്റെ മുമ്പിൽ ചോദ്യം ഉന്നയിക്കപ്പെടോ. നിന്റെ എഴുത്ത് അവസാനിച്ചാലോ ആ എഴുത്ത് എഴുതപ്പെടലോടുകൂടെ പിന്നീട് ഒരു കാലത്തും അത് മാഞ്ഞു പോകൂല. ആ എഴുത്തവിടെ നിലനിൽക്കുന്ന കാലത്തോളോ യജമാനനായ റബ്ബ് തആല അതിൻ്റെ പേരിൽ നിന്നെ ശിക്ഷിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് പറയുന്ന വാക്കിനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ചില ടൈപ്പ് മെസ്സേജുകളാണ്.